ഹോംവർക്ക് ഞാൻ നോട്ടെന്നെ ഓർമ്മിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. വേറെ ഇതിനൊക്കെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്തിക്കണം. എനിക്ക് ഫിസിക്സിൽ എത്ര മാർക്ക്? ഇന്നലെ എക്സാം എല്ലാവർക്കും പുറത്തേക്കാം. ജസ്റ്റ് പാസ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പല്ലേ. എല്ലാവരും ജസ്റ്റ് പാസ് ആണല്ലേ? അഭിഷേക് എന്താടാ, എന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ടല്ലോ. അഭിഷേകേ, കുറച്ചു ദിവസമായല്ലോ വെച്ച് ക്ലാസ്സിന് വന്നിട്ട്. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം കഴിയും ക്ലാസ്സിന് വരാം. എന്തേ? അത് ഈ പ്രശ്നം എന്താന്ന് പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് കഴിഞ്ഞ ആഴ്ച അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. അയ്യോ, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞത്. നിങ്ങളെല്ലാരും അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അത് പിന്നെ പറയണ്ടല്ലോ, ഞങ്ങളെ പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. എന്തൊരു കഷ്ടാണല്ലേ. അതന്നെ പാവാണ്. സമയം എത്രയായി? ഇന്നെന്താ ജോലിക്ക് വരണില്ലേ? സോറിടാ, ഇന്ന് ഞാനില്ല. ഇന്നലെ പറയാൻ വിട്ടുപോയി. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വളണ്ടിയറായിട്ട് പോകേണ്ട ദിവസമാണെന്ന്. അവരെ വണ്ടി കാത്തിക്കുകയാണ്. അവരിപ്പോൾ വരും, കാണാം. നിങ്ങളുടെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാവും. ശരിയെന്നാ, ശരി, ഞാൻ പോയി. ഓക്കെ. ഈ സാധനം എപ്പോഴും മറക്കും. ഇത് ഇവിടെ വെക്കാനുള്ളതല്ല, ഇത് തലയിൽ വെക്ക്. ഇത് നമ്മുടെ സേഫ്റ്റിക്കുള്ളതാണ്. താങ്ക് യു. ശരി ശരി, ഇനി ഞാനിത് മറക്കൂല. നാസർക്ക, പനീൻ്റെ, ഷുഗറിൻ്റെ, പ്രഷറിൻ്റെ എല്ലാം ഉണ്ടല്ലോ. ശരി, മറക്കണ്ട. ഹലോ, ഞാൻ ഒന്നുകൂടെ പറയാം. മാഷല്ലേ? പനിക്ക് ഓക്കെ ഓക്കെ. എവിടെ? ശാന്തി നഗറോ? ഓക്കെ. ആ, സുധിയേട്ടൻ്റെ വീട്ടിലോ? ഓക്കെ. ആ, ഇത് രണ്ടും തമ്മിൽ മാറണ്ടേ. കിടപ്പിലായ ആളാണ്, നന്നായി ശ്രദ്ധിക്കണം. എന്നാ ശരി. ആ സിസ്റ്ററെ, ആ ഫയലൊക്കെ എടുത്തില്ലേ? രാജു, ഇറങ്ങിക്കോ. ബാബോട്ടാ, പ്രഷർ നോക്കാനല്ലേ ഉള്ളൂ? ആ അതെ അതെ. ആ, കയറിക്കോളി. ഉപ്പാ, വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ? ഇക്ക, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടാ. അല്ല രാജേട്ടാ, നിങ്ങൾ മൊയ്തീനൊക്കെ വിളിച്ചു രാവിലെ? ആ ആ, കുഴപ്പമില്ല, മൂപ്പര് വന്നോളൂ. ആ, ഇറങ്ങും മക്കളെ,
ഇറങ്ങി ഇറങ്ങി. വേഗം ഇറങ്ങി റിഷാന. ഇന്നും ജുഫ്നിക്ക് അവിടെ ആ വരി മക്കളെ. ഹലോ, വന്നില്ലേ? ആ ആയിക്കോട്ടെ. ആ മാഷേ, കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ അല്ലേ? ആ ഇപ്പം എത്തിയുള്ളൂ. ആ ഒന്നിച്ചാവുമ്പോൾ നന്നാവും. പോരി. രാജേട്ട ഒന്ന് സഹായിക്കും. ഞാൻ പിടിച്ചോളാം, നിങ്ങൾ മാറിക്കോളൂ. എന്താ ചെയ്യാ, ഒരു ബാത്റൂമിൽ പോയി വരാനാ പാട്. ശ്രദ്ധിച്ച്. ആമേ. ആ കൈയൊന്ന് പിടിച്ചേ. മെല്ലെ തരാണ തരോ. മെല്ലെ കാലൊന്ന് വെക്കുന്നുണ്ടേ. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട. ഫിദ പറഞ്ഞപ്പോഴാ സംഭവം അറിയാം. നമ്മളെ ക്ലാസ്സിലെ നല്ല മിടുക്കനായ പയ്യനാണ് അഭിഷേക്. ഈ ഒരു പ്രയാസം കൊണ്ട് നമ്മളിവൻ്റെ പഠനം മുടക്കാൻ പാടില്ലല്ലോ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാലിയേറ്റീവ് പ്രവർത്തകരുണ്ടല്ലോ ഇവിടെ, അവരുമായി വന്ന് കണ്ട് പ്രയാസങ്ങൾ തീർക്കാട്ടാ. പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല സുധേട്ടാ, ഇതെന്താ സംഭവിച്ചത്? പുതിയങ്ങാടി ജംഗ്ഷനിൽ വെച്ചാണ് സംഭവിച്ചത്. അവർ ബൈക്കിൽ 3 പേരുണ്ടായിരുന്നു. അവരെല്ലാം മദ്യലഹരിയിലായിരുന്നു. നേരെ വന്നുകൊണ്ട് എന്താ ചെയ്യാ. കഷ്ടം. ഈ ലഹരി കാരണം എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്. ലഹരി എന്ന മാരക വിപത്ത് നമ്മുടെ നാടിനെ എത്രത്തോളം പ്രയാസത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. സുധിയേട്ടാ, ഇറങ്ങാണ്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട, ഞങ്ങളുണ്ടാകും കൂടെ. എന്നാ പോവാ. എന്നാ ശരി, വരട്ടെ. ശരി. ആ സുധിയേട്ടാ, ഞങ്ങൾ ഇറങ്ങി. ഓക്കെ. നാളെ മുതൽ അഭിഷേക് ക്ലാസ്സിൽ വരട്ടെ ട്ടാ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ശരി സാറേ. ഞങ്ങൾ പോയിട്ട് വരാം. ആ മോനെ പോട്ടെ. നാളെ ക്ലാസ്സിന് വന്നോണ്ടിട്ടാ. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടുവല്ലോ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഈ ചുറ്റുപാടിൽ ജീവിക്കുന്നുണ്ട്. നമുക്കൊക്കെ രോഗം വന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം 4 ചുവരുകൾക്കുള്ളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കിടക്കുന്ന എത്ര നിസ്സഹായരായ ആളുകളുണ്ട്. സ്വന്തം കാര്യങ്ങൾ പോലും യഥാവിധി ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നിസ്സഹായരായ ആളുകൾ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടിപ്പിടിക്കുക, അവർക്ക് ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ നൽകുക, ആശ്വാസ വാക്കുകൾ നൽകുക, അവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുക, അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ നൽകുക, അവരെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ സമൂഹത്തിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായുള്ള എല്ലാവിധ സപ്പോർട്ടും ആവശ്യമാണ്. നിങ്ങളൊക്കെ ഈ ഒരു മഹായജ്ഞത്തിന് തയ്യാറല്ലേ?
എല്ലാവരും തയ്യാറല്ലേ? എന്നാൽ അത്തരം മഹായജ്ഞത്തിലേക്ക് നമുക്കും ഒന്നായി കൈകോർക്കാം. ഈ മഹായജ്ഞത്തിൽ ഞങ്ങളുമുണ്ട്.